കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്നിപ്പോൾ ഏകാദശിയാണ്, വളരെ പ്രാധാന്യമുള്ള ദിവസം. അങ്ങനെ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ നിർമാല്യമില്ല. എന്നിരുന്നാലും ഏകദേശം അതേ സമയം 3 മണിക്ക് ആണ്, 3 അടിച്ച സമയത്താണ് ഇന്നത്തെ ദർശനം ഉണ്ടായേ. ആ ദർശനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ മാല്യങ്ങൾ മാറ്റി, അല്ലാതെ അതായത് ഉണ്ടമാലകളും തിരുമുടിമാലകളൊക്കെ മാറ്റി, ബാക്കിയുള്ള കളഭം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് എടുക്കൽ തുടങ്ങിയിരുന്നില്ല. അതായിരുന്നു ഇന്നത്തെ ഒരു കാഴ്ച ഭഗവാന്റെ. കാരണം ഏകാദശി നാളിൽ ഒന്ന് ഭഗവാനെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ മുജ്ജമ്മ സുകൃതം തന്നെയാണ്. അതിന്ന് കിട്ടി, നമുക്ക് കിട്ടാറുണ്ട്. എന്നാലും ഇന്ന് അതൊരു പ്രത്യേകതയായി. അങ്ങനെ അവിടെ തൊഴുതു. അത് കഴിഞ്ഞ് ഭഗവാന്റെ തിരുമുമ്പിൽ തൊഴുതു. അപ്പം ഞാൻ തൊഴുതു, അതുപോലെ നിങ്ങളൊക്കെ ആ തൊഴുതായിട്ട് മനസ്സിൽ വിചാരിച്ചോളൂ. നമ്മളാ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുതു എന്നങ്ങനെ വിചാരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ വന്ന് ഗണേശനെ കണ്ടു. ഗണേശൻ്റെ അവിടെ എന്താണെന്ന് വെച്ചാൽ, തുമ്പിയുടെ അവിടെ മാത്രം കുറച്ച് ചന്ദനമുണ്ട്, ബാക്കിയൊക്കെ മാറ്റിയെണ്ണു. അതാണ് അവിടുത്തെയും ഗണേശൻ്റെ ഒരു കാഴ്ച ഉണ്ടായിരുന്നത്. അതും നമുക്കൊരു നല്ല കാര്യമായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ രാത്രി കണ്ട രൂപത്തിൽ നിന്ന് നിർമ്മാല്യ ദർശനം എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം ഉറങ്ങിയ, അതായത് ഇതിപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ട് പക്ഷെ ആ കടമകളൊക്കെ നിർവഹിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ അലങ്കാരങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഗണേശനെയും കണ്ടു തൊഴുതു. അതിനുശേഷം നേരെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ അനന്ത പത്മനാഭസ്വാമിയുടെ അടുത്ത് ബ്രഹ്മാവിൻ്റെ അവിടെ പുതിയൊരു മാല, ഒറ്റ മാല മാത്രമുണ്ട്, പുതിയ മാല. അതെല്ലാ മാലകളും മാറ്റിയിട്ട് ഒരു പുതിയ മാല മാത്രം അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വന്ന് കൃഷ്ണൻ്റെ അടുത്തും അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വെറ്റിലമാലകളുണ്ട്. അത് ഇന്നലത്തെ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ വൈകുന്നേരം രാത്രി ഉണ്ടായിരുന്ന മാലകളാണ് എന്നാണ് തോന്നുന്നത്. കുറച്ച് കുങ്കുമമുണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്നൊക്കെ അങ്ങനെ പോന്നു കഴിഞ്ഞ് നമ്മൾ ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ, നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, നല്ല പട്ട്, അതായത് ചുവന്ന പട്ട്, ഇങ്ങനെ പട്ട് പാവാട ഉടുപ്പിച്ചിട്ട് അമ്മേനെ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഗോളകയാണ്, ശിരസ് ഗോളകയായിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രൂപത്തിലാണ്, നല്ല പട്ടിൻ്റെ തിളക്കം അങ്ങനെ ഉണ്ട്. പിന്നെ അതേപോലെ പൂക്കളുമുണ്ട്. അപ്പോൾ അമ്മേനെ അങ്ങനെ കണ്ടു തൊഴുതു. അതുപോലെ തന്നെ വന്ന് അയ്യപ്പൻ്റെ അടുത്ത് വരുമ്പോൾ ആ നിർമാല്യത്തിൻ്റെ അതേപോലെ തന്നെ മുഖം മാത്രം കളഭം നിൽക്കുന്നുണ്ട്, ബാക്കിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ആ കളഭം ഇങ്ങനെ കുറച്ച് അങ്ങനെ ബാക്കിയെല്ലാം അവിടെ നിന്നും എടുത്തണ്ണു. അപ്പോൾ അങ്ങനെ അയ്യപ്പൻ്റെ അവിടെയും അവിടെ കുറച്ച് തിരക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ 3:30 മുതൽ ഇന്ന് 4:30 വരെ പ്രാദേശികം അതിലെയാണ് വിടുന്നത്. സീനിയർ സിറ്റിസൺ പുറത്താണ്. അപ്പോൾ ആ പ്രാദേശികത്തിൻ്റെ 3:30 ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു തിരക്ക് അവിടെ ഉണ്ട്. എന്നാലും നമ്മൾ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുതു. അങ്ങനെ ഇന്നത്തെ ഏകാദശിയുടെ ആദ്യത്തെ തൊഴിലങ്ങനെ തൊഴുതു. അത് വലിയൊരു കാര്യമായി. ഭഗവാൻ ദർശനം കിട്ടി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്ന് തൊഴാൻ പറ്റുന്നവർക്കൊക്കെ തൊഴാനും, അല്ലാത്തവർക്ക് എന്നിലൂടെ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ എത്തിച്ചേരാനും ഒരു ഹേതു ആവട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.